ഇത് സുരേഷ് സാറ്. ഇദ്ദേഹം പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരി ചളവറ സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് ഈ ബാക്ടീരിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അമേസിങ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സുരേഷ് സാറിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് പറയൂ. എൻ്റെ പേര് സുരേഷ്. ഈ ബാക്ടീരിയം ഇതിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് എൻ്റെ കയ്യിൻ്റെ വേദനയാണ്. കയ്യിൻ്റെ വേദനയായിട്ട് മെഡിക്കൽ കോളേജിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലൊക്കെ കുറച്ച് ചികിത്സയിലായിരുന്നു. അതെനിക്ക് ആദ്യം മൂന്നാമത്തെ ദിവസം എനിക്കെൻ്റെ കയ്യിൻ്റെ വേദനയാണ് റിസൾട്ട് ആദ്യം കിട്ടിയത്. പിന്നീട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നൊരു ഇതെന്താ വെച്ചാൽ എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. അലർജി പേഷ്യൻ്റാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കേ ഉള്ളതാണ്. അത് മരുന്ന് 5 വർഷമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. അതിപ്പോൾ 2 വർഷമായിട്ട് 2 നേരം ഈ 2 പഫായിട്ട് അടിക്കണം. ആദ്യം ഒരു പഫ് വെച്ചിട്ട് അടിച്ചായിരുന്നു. ഇപ്പോൾ ഈ 2 പഫായിട്ട് അടിച്ചാറിനാണ്. പിന്നെ ഗുളിക, ഒരു ശ്വാസം മുട്ടലൊരു ചെറിയ ഗുളികയുണ്ട്, പിന്നെ അലർജിയുടെ നീളത്തിലൊരു ഗുളികയുണ്ട്. ഇതൊക്കെ കഴിച്ച് 5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അധികമായതുകൊണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് ആശാരിപ്പണി ഒഴിവാക്കിയിട്ട് വേറെ വല്ല പണിയും തേടണം, അതല്ലാതെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പറഞ്ഞ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വരാൻ പറ്റില്ല, വരണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ആ മരുന്ന് നിർത്തിയിട്ട് ഇൻഹേലറും ശ്വാസം മുട്ടലിൻ്റെ ഗുളികയും ഈ അലർജി ഗുളികയും നിർത്തിയിട്ട് 67 ദിവസമായി നക്കി. ഇതുവരെ യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ ആളായി മാറും. അങ്ങനത്തെ അവസ്ഥയിലാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരാണ്, അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുപോകുന്ന എൻ്റെ കൂട്ടുകാരന്മാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനൊരു പരീക്ഷ നടത്തി. ഞാൻ നടുപ്പാടത്ത് വെച്ചിട്ട് നട്ടുച്ച നേരത്ത് വൈക്കോല് കൊണ്ടിട്ടുണ്ടായി. വൈക്കോലിൻ്റെ ഒന്നും പൊടി തട്ടാനേ പാടില്ല. അതിന് ഉച്ചയ്ക്ക് 12:20 എടുത്തിട്ട് 3 ട്രിപ്പ് എൻ്റെ വീട്ടിലടിച്ച് 3ാമത്തെ ട്രിപ്പ് ആയപ്പോഴത്തേക്ക് വൈകുന്നേരം 6 മണിയായി. ഒരു തുമ്മൽ പോലും ഞാൻ തുമ്മിയില്ല. അത് കണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രൊഡക്റ്റ് വേണം പറഞ്ഞിട്ട് ആവശ്യപ്പെടുകയും അയാളെ എന്നെ കുറേ ചീത്ത പറഞ്ഞു കൊടുക്കാനിട്ട്. അത്രയും ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആയി കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷമാണ് ഞാൻ. ഓക്കെ, താങ്ക് യു.